സിനിമ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങളെ ലാസ്റ്റ് പിന്നെ ചെന്നെത്തുന്നത് ഒരു ഉത്സവപ്പറമ്പിലാണ്. സിനിമ കണ്ട് കയ്യും വീശി വെറുതെ പോരണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞാനൊരു ദോശക്കല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയേ. എനിക്ക് പറ്റിയിട്ടുള്ള ദോശക്കല്ലൊക്കെ നോക്കി തെരഞ്ഞെടുത്ത് വാങ്ങി പുറത്തിറങ്ങിയപ്പോ നേരെ ചെന്ന് പെട്ടത് ഇതിന്റെ മുമ്പിലേക്കാണ് കേട്ടാ. അങ്ങനെ കുറച്ചു നേരം അതും കണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടാ ഇതൊരു ഉത്സവത്തിലേക്കുള്ള വരവാണെന്ന് മനസ്സിലായത്. അങ്ങനെ ചോദിച്ചിറങ്ങിയപ്പോ രണ്ടടി നടന്നാൽ അവിടെ ഉത്സവപ്പറമ്പാണെന്നാണ് കേട്ടോ അവര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഉത്സവം കൂടെ കൂടിയിട്ട് പോരാന്ന് കരുതിയേ. ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്ന് ചെന്നെത്തിയപ്പോഴേ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ, താലപ്പൊലിയും ചെണ്ടമേളൊക്കെ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെങ്കിലും തിക്കും തിരക്കി എന്തായാലും ഞങ്ങൾ അമ്പലത്തിന്റെ ആ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടാ. രാത്രി ഇതുപോലെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. ഇനിയിപ്പൊ അങ്ങോട്ട് ഫുള്ള് ഉത്സവ സീസൺ അല്ലേ, അപ്പൊ എത്ര ഉത്സവങ്ങൾക്ക് പോകേണ്ടി വരും. അങ്ങനെ ഈ ഉത്സവപ്പറമ്പിലേക്ക് എന്റെ ദോശക്കല്ലും കൈ പിടിച്ചും കണ്ട് നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ അടുത്തുള്ളൊരു വീട്ടിലെ അമ്മൂമ്മേന്റെ അടുത്ത് എന്റെ ദോശക്കല്ല് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കി നടത്തം തുടരണത്. തിരിച്ചു പോകുമ്പോൾ അത് വാങ്ങിക്കാൻ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടായാൽ മതിയേനി എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പ്രാർത്ഥന. എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഉത്സവം ആയതുകൊണ്ട് മാക്സിമം നല്ലോണം തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ. പിന്നെ ആ വരവ് തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പോയ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ദോശക്കല്ല് എന്തായാലും ഞാൻ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് കേട്ടോ.